തമിഴ്നാട് വാൽപ്പാറയിൽ വീട്ടിൽ പുലിയെത്തുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. വാൽപ്പാറ റോട്ടേക്കാടി ഹൈസ്കൂളിന് സമീപത്തെ ശിവകുമാർ സത്യ ദമ്പതികളുടെ വീട്ടിലാണ് പുലിയെത്തിയത്. ഇവരുടെ കുട്ടി കളിക്കുന്നതിനിടയിൽ പുറകിലൂടെ പുലിയെത്തുകയായിരുന്നു. പുലിയെ കണ്ടതോടെ കുട്ടിയും വീട്ടിലുണ്ടായിരുന്ന നായ്ക്കളും വിരണ്ടോടുകയായിരുന്നു. ആ ദൃശ്യങ്ങളിലേക്ക്. ലെവിൻ കെ വിജയൻ ചേരുന്നു വിവരങ്ങളുമായി. ലെവിൻ, ഏതായാലും ഒരു വീട്ടിലേക്ക് പുലി എത്തുന്ന സാഹചര്യം, അതിൻ്റെ ദൃശ്യങ്ങൾ തന്നെ വല്ലാതെ ഭയപ്പെടുത്തുന്നതാണ്. അത് ഒരു കുട്ടിയുടെ അടുത്തേക്കൊക്കെ എത്തുന്നു. എന്തൊക്കെയാണ് പുറത്തു വരുന്ന വിവരങ്ങൾ? ഈ പുലിക്കായി അവിടെ തെരച്ചിൽ നടക്കുന്നുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? ലക്ഷ്മി, ഇന്നലെ വൈകുന്നേരം 5 മണിയോടുകൂടി ആണ് കോയമ്പത്തൂർ വാൽപ്പാറയ്ക്ക് അടുത്തുള്ള റോട്ടേക്കാടി ഹൈസ്കൂളിന് സമീപം ഈ സംഭവം നടക്കുന്നത്. ഈ ഹൈസ്കൂളിന് സമീപം താമസിക്കുന്ന ശിവകുമാറിന്റെ വീടിന്റെ പരിസരത്തേക്കാണ് പുലി എത്തിയത്. നമുക്ക് കാണാം, പുലി എത്തുന്നതിന് മുന്നോടിയായി ആ വീടിന്റെ പരിസരത്ത് നിൽക്കുന്ന നായ കുരയ്ക്കുന്നു. നായ കുരയ്ക്കുമ്പോൾ പുലി അവിടേക്ക് തന്നെ എത്തുന്നു. തൊട്ടടുത്ത് ഒരു പിഞ്ചുകുട്ടി കളിച്ചുകൊണ്ട് നിൽക്കുന്നതും നമുക്ക് കാണാം. ഈ നായ കുരയ്ക്കുന്നത് കേട്ട് കുട്ടി തിരിഞ്ഞു നോക്കുമ്പോൾ പുലി വരുന്നതാണ് കാണുന്നത്. ഈ കുട്ടി നിലവിളിച്ച് കരയുന്നു, നായയും കുരയ്ക്കുന്നു. ഇത് കണ്ട് ഭയന്ന് പിന്തിരിഞ്ഞാണ് പുലി അവിടെ നിന്നും രക്ഷപ്പെടുന്നത്. വന്യമൃഗശല്യം ഏറെയുള്ള പ്രദേശമാണ് വാൽപ്പാറ. അവിടേക്ക് മുൻപൊക്കെ ആനശല്യത്തിന്റെ വാർത്തകളായിരുന്നു നമുക്ക് റിപ്പോർട്ട് ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ പുലി കൂടി അവിടെ എത്തുന്നു എന്നുള്ളതാണ്. ഈ സംഭവത്തിന് പിന്നാലെ കുട്ടി ഭയന്ന് വീടിനുള്ളിലേക്ക് ഓടിക്കയറുമ്പോൾ മാത്രമാണ് നാട്ടുകാർ ഈ വിവരത്തെക്കുറിച്ച് അറിയുന്നത്. വീട്ടുകാരടക്കം ആളുകളെ വിളിച്ചുകൂട്ടി പരിശോധന നടത്തിയെങ്കിലും പുലിയെ കണ്ടെത്താനായിട്ടില്ല. വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പരിശോധന നടന്നു. പക്ഷേ ഇന്നും പരിശോധന നടക്കുന്നുണ്ടെങ്കിലും ഇതുവരെയും പുലിയെ കണ്ടെത്തിയിട്ടില്ല. ഈ പ്രദേശത്തെ ജനവാസ മേഖലയാണ്. ഇവിടേക്ക് പുലി എത്തുന്നത് ആദ്യമാണ് എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. ഏതായാലും വനംവകുപ്പിന്റെ അടക്കം നേതൃത്വത്തിൽ പുലിയെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള തെരച്ചിലും പരിശോധനകളും നടക്കുകയാണ്. ക്യാമറകളടക്കം സ്ഥാപിച്ചുകൊണ്ട് ആ പുലിയുടെ തന്നെ ഉണ്ടോ എന്നുള്ള നിരീക്ഷിച്ചതിന് ശേഷം അതിനുശേഷമായിരിക്കും മറ്റ് നടപടികളിലേക്ക് കടക്കുക എന്നുള്ളതാണ് അവിടെ നിന്നുള്ള ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത്. ലക്ഷ്മി. ലെവിൻ കെ വിജയനാണ് തൃശ്ശൂരിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.